CBSE ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം LDC പരീക്ഷയുടെ ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ പഠനമൊക്കെ ഒന്നുകൂടെ ഉഷാറാക്കേണ്ട സമയമാണ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ചാനലിലൂടെ നമ്മുടെ ക്ലാസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അവർ ഏകദേശം ഒരു ട്രാക്കിലായി കാണും. ഇനിയുള്ള ദിവസങ്ങൾ അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചാൽ മാത്രം മതി. ഇനി ഇതുവരെയും പഠനം തുടങ്ങാത്ത ഒരുപാട് പേരുണ്ടാവും അല്ലെ, ഡേറ്റ് വന്നിട്ട് പഠിക്കാമെന്ന് കരുതിയിരിക്കുന്നവരും അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് പഠനം മുടങ്ങിയിരിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരിപ്പോഴായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം ഒരു ദിവസം 6 ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു ദിവസം തന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സും GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും മലയാളവും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജാണ് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ക്ലാസ്സിൻ്റെ സമയം ഒന്ന് പറയാം. കാലത്ത് 6 മണി, ദെൻ 9 മണി, 12 മണി, 3 മണി, രാത്രി 8 മണി, 10:30 ഇങ്ങനെയാണ് കൃത്യമായിട്ട് 6 ക്ലാസ്സുകൾ വരുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ക്ലാസ് വരുമ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നേക്കും. കൂടാതെ ഓരോ ദിവസവും പഠിക്കേണ്ട ക്ലാസ്സുകൾ, ഇപ്പോൾ നാളെ പഠിക്കേണ്ട ടോപ്പിക്സ് എന്തൊക്കെയാണെന്നുള്ളത് ഇന്ന് രാത്രി തന്നെ നിങ്ങൾക്ക് ടെലഗ്രാമിൽ ഇൻസ്ട്രക്ഷൻസ് വരും. അതിനനുസരിച്ചിട്ടാണ് ക്ലാസ്സുകൾ വരിക. ഓക്കെ. കൂടാതെ നമ്മൾ ഡെയിലി കാലത്ത് പഠിക്കുന്ന GK പോർഷൻസ് അതിൻ്റെ PYQ ഡിസ്കഷൻ രാത്രി 8 മണിക്ക് ചെയ്യുന്നുണ്ട്. വീക്ക്ലി എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്, മന്ത്ലി എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് എല്ലാവരും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഫിസിക്സിൽ ബലം എന്ന് പറയുന്ന ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ബലം എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് 10th സ്റ്റാൻഡേർഡിൽ തന്നെ ബലം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കൂടെ പഠിക്കാനുണ്ട്. ഓക്കെ. അപ്പോൾ ബലം എന്ന് പറയുന്ന SCRT ചാപ്റ്റർ നമുക്ക് പഠിക്കാം, ബലത്തെക്കുറിച്ച്. ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബലം എന്ന് പറയുന്ന ഈ ഒരു ഭാഗം നമ്മൾ പഠിക്കുന്നതിൽ ആദ്യം വരുന്ന ചാപ്റ്ററാണ് 8ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററാണ്. ബലം എന്ന് തന്നെയാണ് ആ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമുക്ക് ബലത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കുക. ഒരു വസ്തുവിനെ തള്ളുകയോ വലിക്കുകയോ ചെയ്യുമ്പോൾ അതിൽ ബലം പ്രയോഗിക്കപ്പെടുന്നു. നമുക്കറിയാമല്ലേ, ഒരു വസ്തുവിനെ നമ്മൾ ശക്തമായിട്ട് തള്ളുകയോ വലിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിലൊരു ബലം പ്രയോഗിക്കുന്നുണ്ട്. ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. നമുക്ക് എന്താണ് 10th ലെവൽ എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ഇത് N എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലേ. അപ്പോൾ ബലം എന്ന് പറയുന്നത് ഒരു തള്ളലോ അല്ലെങ്കിൽ ഒരു വലിക്കലോ മാത്രമാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആണോ? അല്ല അല്ലേ. ഇത് എവിടെ നോക്കുക, കുറേ പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്. ഉരുണ്ടുവരുന്ന പന്തിൽ സാവധാനം കാലുകൊണ്ട് എതിർദിശയിൽ ബലം പ്രയോഗിക്കുന്നു, ഭിത്തിയിൽ തള്ളുന്നു. ഓക്കെ. അപ്പോൾ ഇതെല്ലാം എന്താണ്? ബലമാണ്. അപ്പോൾ ബലത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു വസ്തുവിൻ്റെ ആകൃതിക്കോ വലുപ്പത്തിനോ വ്യാപ്തത്തിനോ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുകയോ അതിനുള്ള പ്രവണത ഉളവാക്കുകയോ ചെയ്യുന്നത് എന്താണോ അതാണ് ബലം. ഓക്കെ. ബലം എന്താണ്? ഒരു വസ്തുവിൻ്റെ ആകൃതിക്കോ വലുപ്പത്തിനോ വ്യാപ്തത്തിനോ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുകയോ അതിനുള്ള പ്രവണത ഉളവാക്കുകയോ ചെയ്യുന്നത് എന്താണോ അതാണ് ബലം എന്നാണ് പറയുന്നത്. അപ്പോൾ ബലത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആരെക്കുറിച്ച് അറിയണം? സർ ഐസക് ന്യൂട്ടനെ കുറിച്ച് അറിയണം. ബലത്തിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ അല്ലേ. അപ്പോൾ നോക്കുക, ഇംഗ്ലണ്ടിലെ വൂൾസ്തോർപ്പിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളിൽ പ്രധാനപ്പെട്ടവയാണ് ചലന നിയമങ്ങൾ. ചലന നിയമങ്ങൾ കണ്ടെത്തിയത് ആരാണ്? ന്യൂട്ടൺ ആണ്. ഗുരുത്വാകർഷണ നിയമം. ഓക്കെ. ഗുരുത്വാകർഷണ നിയമം, ചലന നിയമം, ഇത് രണ്ടും ഐസക് ന്യൂട്ടൻ്റെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ്. അദ്ദേഹത്തിന് 1705 സർ പദവി ലഭിച്ചു. 1705 സർ പദവി ലഭിച്ചു. ഫിലോസഫിയ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന അദ്ദേഹത്തിൻ്റെ പ്രശസ്ത കൃതി ശാസ്ത്രലോകത്തിന് ഒരു വഴികാട്ടിയാണ്. ഫിലോസഫിയ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള കൃതി. ഇനി ഒരു ന്യൂട്ടൺ ബലം നോക്കുക.
0.1 കിലോഗ്രാം അതായത് 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ തറനിരപ്പിന് സമാന്തരമായി കയ്യിൽ താങ്ങി നിർത്താൻ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ഏകദേശം 1 ന്യൂട്ടൺ ബലം പ്രയോഗിക്കണം. ഓക്കെ, 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ തറനിരപ്പിന് സമാന്തരമായിട്ട് കയ്യിൽ താങ്ങി നിർത്തണമെങ്കിൽ നമുക്ക് എത്ര ഏകദേശം ബലം വേണം? 1 ന്യൂട്ടൺ ബലം പ്രയോഗിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി വിവിധ തരം ബലങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത് സമ്പർക്ക ബലം, സമ്പർക്കരഹിത ബലമാണ്. അതിനു മുന്നേ നമുക്കിവിടെ വിവിധ തരം ബലങ്ങൾ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഒരു കോളം കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. മനുഷ്യനും മറ്റു ജീവികളും പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്നത് അവരുടെ പേശീബലമാണ്. ഓക്കെ, നമ്മൾ മനുഷ്യരായാലും മറ്റു ജീവികളായാലും നമ്മൾ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബലമുണ്ട്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? മസ്കുലർ ഫോഴ്സ് എന്ന് പറയുന്നത്, പേശീബലം എന്ന് പറയുന്നത്. ഇനി കാന്തിക ബലം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ? മാഗ്നറ്റിക് ഫോഴ്സ്. എന്താണത്? കാന്തത്തിന് ആകർഷണ വികർഷണ സ്വഭാവമുണ്ട്. കാന്തം പ്രയോഗിക്കുന്ന ഈ ബലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക? കാന്തിക ബലം അഥവാ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് സ്ഥിതവൈദ്യുത ബലം. അതെന്താണ്? അതായത് മുടിയിൽ ഉരസിയ ഒരു പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നതിനെയാണ് സ്ഥിത വൈദ്യുത ബലം അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ഥിത വൈദ്യുത ബലം. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, മുടിയിലൊരസിയ ഒരു പ്ലാസ്റ്റിക് പേന കൊണ്ട് ചെറിയ കടലാസ് കഷ്ണങ്ങളെ കാണിക്കുമ്പോൾ അത് ആകർഷിക്കുന്നു. ഇത് ഏത് തരം ബലമാണ്? സ്ഥിത വൈദ്യുത ബലമാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. ഓക്കെ, ഇനി പ്രപഞ്ചത്തിലെ വസ്തുക്കൾ തമ്മിൽ ആകർഷണ ബലമുണ്ട്. നമുക്കറിയാം, ഇത്തരം ആകർഷണ ബലമാണ് എന്ത്? ഗുരുത്വാകർഷണ ബലം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രപഞ്ചത്തിലെ വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് ഗുരുത്വാകർഷണ ബലം അഥവാ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി ചലനവുമായി ബന്ധപ്പെട്ട ബലത്തെ പൊതുവെ എന്തെന്ന് പറയുന്നു? യാന്ത്രിക ബലം എന്നാണ് പറയുന്നത്. ചലനവുമായി ബന്ധപ്പെട്ട ബലമാണ് യാന്ത്രിക ബലം അഥവാ മെക്കാനിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിന് മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങുമ്പോൾ വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലമാണ് ഘർഷണ ബലം അഥവാ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിന് മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങുമ്പോൾ വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലമാണ് എന്ത്? ഘർഷണ ബലം അഥവാ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ബലങ്ങൾ ഓർത്തിരിക്കുക. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണെന്നുള്ളത്, യാന്ത്രിക ബലം, ഗുരുത്വാകർഷണ ബലം, സ്ഥിതവൈദ്യുത ബലം, മാഗ്നറ്റിക് ഫോഴ്സ് അഥവാ കാന്തിക ബലം, മസ്കുലർ ഫോഴ്സ് അഥവാ പേശീബലം. ഇത്രയും ബലം എന്താണെന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി അടുത്തത് നമ്മൾ പറയുന്നതാണ് കോണ്ടാക്ട് ഫോഴ്സ് ആൻഡ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. സമ്പർക്ക ബലവും സമ്പർക്കരഹിത ബലവും. അപ്പോൾ ഇവിടെ കുറേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇവിടെ കിണറ്റിൽ നിന്ന് വെള്ളം നിറയ്ക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കൂ, ഇത് തള്ളി കൊണ്ടുപോകുന്ന ഒരാൾ അല്ലേ, ഇവിടെ തെങ്ങ് കയറുന്ന ഒരാൾ, ഇവിടെ ഒരു ബോള്. അപ്പോൾ ഇവിടെ ആണിയും കാന്തവും തമ്മിലുള്ളത്, ഇങ്ങനെ കുറേ അധികം ചിത്രങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാണ് സമ്പർക്ക ബലം? അതായത് വസ്തുക്കളുടെ പരസ്പര സ്പർശനം മൂലമുണ്ടാവുന്നത്, വസ്തുക്കളുടെ പരസ്പരം സ്പർശനം ഇല്ലാതെ ഉണ്ടാവുന്ന ബലമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കുക, വസ്തുക്കളുടെ പരസ്പര സ്പർശനം മൂലമുണ്ടാകുന്ന ഏതൊക്കെയാണ്? ട്രോളി തള്ളുന്നത് അല്ലേ? ട്രോളി തള്ളുക എന്ന് പറയുമ്പോൾ വസ്തുക്കളുടെ പരസ്പര സ്പർശനം മൂലമാണ്. ഇനി കിണറ്റിൽ നിന്ന് വെള്ളം ഉയർത്തുന്നത്, അതും എന്താണ്? വസ്തുക്കളുടെ പരസ്പര സ്പർശനം മൂലമാണ് അല്ലേ? കിണറ്റിൽ നിന്നും വെള്ളം കോരുന്നത്. തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുക എന്ന് പറയുന്നത് എന്താണ്? വസ്തുക്കളുടെ പരസ്പര സ്പർശനമൊന്നും ഇല്ലാതെയാണ് തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുന്നത്. അപ്പോൾ അത് ഇവിടെയാണ് വരിക, വസ്തുക്കളുടെ പരസ്പര സ്പർശനം ഇല്ലാതെയാണ് തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുന്നത്. നിരപ്പായ തറയിലൂടെ ഉരുട്ടിവിട്ട പന്ത് നിശ്ചലാവസ്ഥയിലാകുന്നു. അതെന്താണ്? വസ്തുക്കളുടെ പരസ്പര സ്പർശം മൂലമാണ് അല്ലേ? കാന്തം ആണിയെ ആകർഷിക്കുന്നു. കാന്തം ആണിയെ ആകർഷിക്കുന്നത് എങ്ങനെയാണ്? അത് വസ്തുക്കളുടെ പരസ്പര സ്പർശനം ഇല്ലാതെയാണ് അല്ലേ? പരസ്പര സ്പർശം ഇല്ലാതെയാണ്. മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് സ്കെയിൽ പേപ്പർ കഷ്ണങ്ങളെ ആകർഷിക്കുന്നു. അത് നമ്മൾ പറഞ്ഞതാണ് അല്ലേ? കാറ് തള്ളി നീക്കുന്നു. കാറ് തള്ളി നീക്കുന്ന ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാറ് തള്ളി നീക്കുന്നത് എന്താണ്? അത് വസ്തുക്കളുടെ പരസ്പര സ്പർശനം മൂലമാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ സമ്പർക്കം മുഖേനയും സമ്പർക്കം ഇല്ലാതെയും എന്ത് ചെയ്യുന്നുണ്ട്? ബലം പ്രയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിന് സമ്പർക്ക ബലം എന്ന് പറയുന്നത് എന്താണ്? വസ്തുക്കൾ തമ്മിൽ പരസ്പര സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് സമ്പർക്ക ബലം. വസ്തുക്കൾ തമ്മിൽ
പരസ്പര സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കുന്ന ബലമാണ് സമ്പർക്ക ബലം. വസ്തുവുമായി സമ്പർക്കമില്ലാതെ ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലമാണ് സമ്പർക്ക രഹിത ബലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സമ്പർക്ക ബലത്തിന് എക്സാമ്പിളും സമ്പർക്കരഹിത ബലത്തിന് എക്സാമ്പിളും ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എഴുതിയാൽ മതി. സമ്പർക്ക ബലത്തിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? ട്രോളി തള്ളുന്നത്, കിണറ്റിൽ നിന്ന് വെള്ളം ഉയർത്തുന്നത്, കാറ് തള്ളി നീക്കുന്നത്, ഇതെല്ലാം സമ്പർക്ക ബലമാണ്. ഇനി സമ്പർക്കരഹിത ബലം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുന്നത്, കാന്തം ആണിയെ ആകർഷിക്കുന്നത്, അതുപോലെ തന്നെ സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നത്, ഇതെല്ലാം എന്താണ്? സമ്പർക്കരഹിത ബലമാണ്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഈ അടുത്തത് ഘർഷണ ബലം അഥവാ ഫ്രിക്ഷണൽ ഫോഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഘർഷണ ബലം എന്ന് പറയുന്നത്? ഘർഷണ ബലം എന്ന് വെച്ചാൽ ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ അല്ലെങ്കിൽ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ അവയ്ക്കിടയിൽ പ്രതലത്തിന് സമാന്തരമായി ഒരു ബലം അനുഭവപ്പെടുന്നു. ഇതിനെയാണ് ഘർഷണ ബലം എന്ന് പറയുന്നത്. എന്താണ് ഘർഷണ ബലം? ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ അല്ലെങ്കിൽ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ അവയ്ക്കിടയിൽ പ്രതലത്തിന് സമാന്തരമായി ഒരു ബലം അനുഭവപ്പെടുന്നു. ഇതിനെയാണ് ഘർഷണ ബലം എന്ന് പറയുന്നത്. ഈ ഘർഷണം തന്നെ വിവിധ തരത്തിലുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നോക്കുക, ഉരുളൽ ഘർഷണവും ഉണ്ട്, നിരങ്ങൽ ഘർഷണവും ഉണ്ട്. ഓക്കെ, ഘർഷണം എന്ന് പറയുന്നത് തന്നെ ഉരുളൽ ഘർഷണം, റോളിംഗ് ഫ്രിക്ഷനും ഉണ്ട്, നിരങ്ങൽ ഘർഷണം, സ്ലൈഡിംഗ് ഫ്രിക്ഷനും ഉണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം. ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ ഉരുട്ടി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണബലമാണ് ഉരുളൽ ഘർഷണം. ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ ഉരുട്ടി നീക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് ഉരുളൽ ഘർഷണം. അപ്പോൾ നിരങ്ങൽ ഘർഷണം എന്തായിരിക്കും? ഒരു വസ്തു മറ്റൊരു വസ്തുവിനൂടെ മുകളിലൂടെ നിരക്കി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണബലമാണ് എന്ത്? നിരങ്ങൽ ഘർഷണം അഥവാ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ ഉരുട്ടി നീക്കുമ്പോൾ അനുഭവപ്പെടുന്നതാണ് ഉരുളൽ ഘർഷണം. ഒരു വസ്തു മറ്റൊരു വസ്തുവിനോട് മുകളിലൂടെ നിരക്കി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണബലമാണ് നിരങ്ങൽ ഘർഷണം എന്ന് പറയുന്നത്. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കും. അത് ഓർത്തിരിക്കുക. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ എങ്ങനെയായിരിക്കും? കുറവായിരിക്കും ഉണ്ടാവുക. ഇനി വാഹനങ്ങൾക്ക് ചക്രങ്ങൾ ഉപയോഗിച്ചത് ഘർഷണം കുറയ്ക്കാനാണ്. വാഹനങ്ങൾക്ക് ചക്രങ്ങൾ ഉപയോഗിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നിത്യജീവിതത്തിൽ ഘർഷണം പ്രയോജനപ്പെടുത്തുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ആ സന്ദർഭങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഗുണകരമായിട്ടുള്ള സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്, നമുക്ക് ഗുണകരമല്ലാത്ത സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ വേർതിരിച്ചെഴുതണം. ആദ്യം നമുക്ക് ഘർഷണം മൂലം അല്ലെങ്കിൽ ഘർഷണം പ്രയോജനപ്പെടുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, തീപ്പെട്ടിയിൽ ഉരയ്ക്കുന്നത്, യന്ത്രങ്ങളുടെ തേയ്മാനം, വസ്തുക്കളെ പിടിക്കാൻ സാധിക്കുന്നു, തറയിലൂടെ നടക്കാൻ സാധിക്കുന്നു, വാഹനങ്ങളുടെ ടയറുകളിൽ ചാലുകൾ ഇടുന്നു, ടയർ തേഞ്ഞു തീരുന്നു, ഇന്ധന നഷ്ടം. ഇതെല്ലാം എന്താണ്? ഘർഷണം പ്രയോജനപ്പെടുത്തുന്ന നിത്യജീവിതത്തിലുള്ള സന്ദർഭങ്ങളാണ് പറയുന്നത്. ഇതിൽ ഗുണകരമായത് ഏതൊക്കെയാണ്, ഗുണകരമല്ലാത്തത് ഏതൊക്കെയാണ്? നമുക്കറിയാം ഗുണകരമായത് ഏതൊക്കെയാണ്. തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് അല്ലേ, നമ്മൾ തീപ്പെട്ടിയിൽ ഉരയ്ക്കുന്നത് എന്താണ്? ഗുണകരമായിട്ടുള്ളതാണ്. വസ്തുക്കളെ നമുക്ക് പിടിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഗുണമാണ് അല്ലേ. നമുക്ക് നടക്കാൻ കഴിയുന്നു, തറയിലൂടെ നടക്കാൻ കഴിയുന്നത് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് മൂന്നും നമുക്ക് ഗുണമാണ്. എന്നാൽ യന്ത്രങ്ങളുടെ തേയ്മാനം ഗുണമാണോ? അല്ല, അത് ദോഷകരമാണ് അല്ലേ. ഇനി അതുപോലെ തന്നെ വാഹനങ്ങളുടെ ടയറുകളിൽ ചാലിടുന്നത് അല്ലേ, വാഹനങ്ങളുടെ ടയറുകൾ എന്ത് ചെയ്യും? അത് തേഞ്ഞു തീരും. അപ്പോൾ അത് ദോഷമാണ്, ടയർ തേഞ്ഞു തീരുന്നത്. ഇന്ധനനഷ്ടവും നമുക്ക് എന്താണ്? അത് നമുക്ക് ദോഷകരമായിട്ട് തന്നെ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഗുണകരമായ സന്ദർഭങ്ങളും ഗുണകരമല്ലാത്ത സന്ദർഭങ്ങളും. അതും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചേക്കാം. ഓക്കെ, ഇനി ഇവിടെ 3 ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. തോണിയുടേതും വിമാനത്തിൻ്റെതും ഇതൊക്കെ കണ്ടോ. ഈ വണ്ടിയുടെ എല്ലാത്തിൻ്റെയും എന്താണ് പ്രത്യേകത? മുൻഭാഗം അല്ലേ, ഇതിൻ്റെ എല്ലാം ഒരു പ്രത്യേക ആകൃതിയാണല്ലേ. ഒരു പ്രത്യേക ആകൃതിയിലാണ് ഇതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതായത് ഇതിൻ്റെ മുൻഭാഗം എങ്ങനെയാണ്? കൂർത്തതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക അല്ലെ. മുൻഭാഗം കൂർത്തതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇതിൻ്റെ കൂർത്തതായിട്ട് നിർമ്മിക്കുന്നു? അതിൻ്റെ പ്രയോജനം എന്താണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രയോജനം എന്താണ്? ഇപ്പോൾ വായുവിലൂടെ
ഇപ്പോൾ എന്താണ് വിമാനമാകുമ്പോൾ വായുവിലൂടെ, തോണിയാകുമ്പോൾ വെള്ളത്തിലൂടെയൊക്കെ മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഘർഷണം മൂലമുള്ള തടസ്സം അല്ലേ, അത് ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുൻഭാഗം കൂർത്തതായിട്ട് നിർമ്മിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രതല വിസ്തൃതി കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഘർഷണവും കുറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, പ്രതല വിസ്തൃതി കുറയാൻ വേണ്ടിയിട്ടാണ് ഈ മുൻഭാഗം ഇങ്ങനെ കൂർത്തതായിട്ട് നിർമ്മിക്കുന്നത്. അത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ വായുവിലൂടെ ആണെങ്കിലും വെള്ളത്തിലൂടെ ആണെങ്കിലും മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഘർഷണം മൂലം തടസ്സം ഉണ്ടാവും. അത് ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൂർത്ത ഭാഗമായിട്ട് മാറ്റുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രതല വിസ്തൃതി കുറയുമ്പോൾ ഘർഷണവും കുറയും. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഇവിടെ നോക്കുക, ഇത്തരത്തിൽ ഘർഷണം കുറയ്ക്കത്തക്ക വിധം വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുന്നതിനെയാണ് ധാരാരേഖിതമാക്കൽ, സ്ട്രീം ലൈനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് നമ്മൾ ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് വസ്തുക്കളുടെ ആകൃതി മാറ്റി രൂപപ്പെടുത്തുന്നതിന് പറയുന്ന പേരാണ് ധാരാരേഖിതമാക്കൽ അഥവാ സ്ട്രീം ലൈനിങ് എന്ന് പറയുന്നത്. കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന കപ്പിയിൽ എണ്ണയിടുന്നതും വാഹനം ചലിക്കുന്ന ഭാഗങ്ങളിൽ എണ്ണയോ ഗ്രീസ് ഇടുന്നതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? അതെന്തിനു വേണ്ടിയിട്ടാണ്? അതും ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വിമാനത്തിലാണെങ്കിലും തോണിയിലാണെങ്കിലും മുൻഭാഗം കൂർത്തതാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് കിണറ്റിൽ നിന്നും വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന കപ്പിയിൽ നമ്മൾ എണ്ണ ഇടുന്നത്, വാഹനങ്ങളുടെ ചലിക്കുന്ന ഭാഗത്ത് എണ്ണയോ ഗ്രീസോ ഇടുന്നത്, ഇതെല്ലാം എന്തിനാണ്? ഘർഷണം കുറയ്ക്കാനാണ്. അപ്പോൾ ഇങ്ങനെ ഘർഷണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇത്തരം വസ്തുക്കളെയാണ്, അതായത് എണ്ണ, ഗ്രീസ്, ഇതിനെല്ലാമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്നേഹകങ്ങൾ അഥവാ ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഘർഷണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് സ്നേഹകങ്ങൾ അഥവാ ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത്. ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹകമാണ് ഗ്രാഫൈറ്റ്. ഓക്കെ, ഖരാവസ്ഥയിലുള്ള സ്നേഹകം ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. അതുപോലെ തന്നെ ദ്രാവകാവസ്ഥയിൽ ഉപയോഗിക്കുന്ന എന്താണ്? സ്നേഹകം അല്ലെങ്കിൽ ലൂബ്രിക്കൻ്റ് ആണ് ഏത്? എണ്ണ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ഗ്രീസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ദ്രാവക രൂപത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഖരാവസ്ഥയിലുള്ള സ്നേഹകമാണ് എന്ത്? ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൂടെ ഓർത്തിരിക്കുക. ഇനി ചലിക്കുന്ന യന്ത്രഭാഗങ്ങളുടെ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയിൽ ഘർഷണം കുറയ്ക്കുന്നതിന് ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവാണ് ഉരുളൽ ഘർഷണം എന്ന തത്വമാണ് ഇവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവാണ് ഉരുളൽ ഘർഷണം എന്ന തത്വമാണ് ഇവിടെ പ്രയോജനപ്പെടുത്തിയത്. അപ്പോൾ നിരങ്ങലിനേക്കാളും ഉരുളൽ ഘർഷണമാണ് കുറവ് എന്നുള്ളത് കൊണ്ടാണ് യന്ത്രഭാഗങ്ങൾ എന്താണ് ഇവിടെ ഘർഷണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ബെയറിങ്ങുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ചിലപ്പോൾ ചോദിക്കാം, വാഹനങ്ങളുടെ എന്താണ് ഇതിൽ ബെയറിങ്ങുകൾ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ചലിക്കുന്ന യന്ത്രഭാഗങ്ങളിൽ ബെയറിങ്ങുകൾ ഉപയോഗിച്ചിരിക്കുന്നതിന് കാരണം എന്താണ്? അപ്പോൾ എന്താണ്? നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവാണ് ഉരുളൽ ഘർഷണം എന്നുള്ളതാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന തത്വം. ഓക്കെ, അടുത്തത് നമ്മൾ പഠിക്കുന്നത് വ്യാപക മർദ്ദവുമാണ്. ഓക്കെ, ത്രസ്റ്റ് ആൻഡ് പ്രഷർ ആണ് പഠിക്കുന്നത്. നോക്കുക, അതിന് മുന്നേ ഇവിടെ ഒരു കോളത്തിൽ ഭാരം കൊടുത്തിട്ടുണ്ട്. എന്താണ് ഭാരം? ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് അതിൻ്റെ ഭാരം. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് അതിൻ്റെ ഭാരം. കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൻ്റെ ഭാരം F=mg ആണ്. ഓക്കെ, കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൻ്റെ ഭാരം എത്രയാണ്? F=mg ആണ്. ഇവിടെ g എന്ന് പറയുന്നത് എന്താണ്? ഗുരുത്വാകർഷണ ത്വരണമാണ്. അതിൻ്റെ വാല്യൂ 9.8 m/s² ആണ്. ഓക്കെ, 9.8 m/s² ആണ് ജിയുടെ ഗുരുത്വാകർഷണ ത്വരണത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഇവിടെ നോക്കാം, ബ്ലെയ്സ് പാസ്കൽ നോക്കുക. 1623 ജൂൺ 19 ഫ്രാൻസിലാണ് ജനിക്കുന്നത് ബ്ലെയ്സ് പാസ്കൽ. ഗണിതശാസ്ത്രത്തിലും ഊർജ്ജതന്ത്രത്തിലും നിരവധി സംഭാവനകൾ നൽകി. മർദ്ദത്തെ സംബന്ധിച്ച് ഇദ്ദേഹം കണ്ടെത്തിയ നിയമം പാസ്കൽ നിയമം എന്നറിയപ്പെടുന്നു. പാസ്കൽ നിയമം നമ്മൾ ഇനി വരുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. മർദ്ദത്തിൻ്റെ യൂണിറ്റായിട്ടുള്ള പാസ്കൽ എന്നത് ഇദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥമാണ് നൽകിയിരിക്കുന്നത്. 1662 ഓഗസ്റ്റ് 19 പാസ്കൽ അന്തരിച്ചു. അപ്പോൾ പാസ്കൽ നിയമത്തെക്കുറിച്ച് നമ്മൾ വരും ക്ലാസ്സിൽ അല്ലെങ്കിൽ വരുന്ന ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇനി അടുത്തത് നോക്കുക, മർദ്ദത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലത്തെ വ്യാപക മർദ്ദം എന്നും, ഓക്കെ, ഒരു പ്രതലത്തിൽ
ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലമാണ് വ്യാപകമർദ്ദമെന്നും യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വ്യാപകമർദ്ദത്തെ മർദ്ദം എന്നും പറയുന്നു. ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലത്തെ വ്യാപകമർദ്ദം എന്ന് പറയുന്നു. യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വ്യാപകമർദ്ദത്തെ മർദ്ദം എന്നുമാണ് പറയുന്നത്. അപ്പോൾ മർദ്ദത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? വ്യാപകമർദ്ദം ഡിവൈഡഡ് ബൈ പരപ്പളവ്. വ്യാപകമർദ്ദം ഡിവൈഡഡ് ബൈ പരപ്പളവാണ് മർദ്ദം. ഈ വാക്യത്തിൽ നിന്ന് മർദ്ദത്തിൻ്റെ യൂണിറ്റ് എന്താണ്? മുകളിൽ വ്യാപകമർദ്ദമാണ്. സോ ന്യൂട്ടൺ അല്ലേ, ന്യൂട്ടൺ പെർ പരപ്പളവാണ്. അപ്പം മീറ്റർ സ്ക്വയർ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് ലഭിക്കുമല്ലോ. ഇത് പാസ്കൽ എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഈ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നുള്ളതാണ് പാസ്കൽ എന്നറിയപ്പെടുന്നത്. അപ്പോൾ മർദ്ദത്തിൻ്റെ യൂണിറ്റ് എന്താണ്? പാസ്കൽ അഥവാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. മർദ്ദത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? വ്യാപകമർദ്ദം ഡിവൈഡഡ് ബൈ പരപ്പളവാണ്. ഓക്കെ, ഇനി ഒരു നിശ്ചിത ബലം പ്രയോഗിക്കുമ്പോൾ സമ്പർക്കത്തിൽ വരുന്ന പ്രതലത്തിൻ്റെ പരപ്പളവ് കൂടുമ്പോൾ മർദ്ദം കുറയുന്നു, പരപ്പളവ് കുറയുമ്പോൾ മർദ്ദം കൂടുന്നു. ഇതും കൂടെ ഓർത്തിരിക്കുക. ഒരു നിശ്ചിത ബലം പ്രയോഗിക്കുന്ന സമയത്ത് സമ്പർക്കത്തിൽ വരുന്ന പ്രതലത്തിൻ്റെ പരപ്പളവ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? മർദ്ദം കുറയുന്നു. പരപ്പളവ് കൂടുമ്പോൾ മർദ്ദം കുറയുന്നു, പരപ്പളവ് കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു? മർദ്ദം കൂടുന്നു. അപ്പോൾ ഇവിടെ നോക്കുക, ആണിക്കിടയിൽ. ഓക്കെ, ആണിക്കിടക്കിൽ കിടക്കാമെന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലായില്ലേ? ആണിക്കിടക്കിൽ കിടക്കാമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവിടെ നമ്മൾ പറഞ്ഞു പരപ്പളവ് അല്ലേ, പരപ്പളവും ഇതും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞു. പരപ്പളവ് കൂടിക്കഴിഞ്ഞാൽ മർദ്ദം കുറയുന്നു, പരപ്പളവ് കുറയുമ്പോൾ എന്താണ്? മർദ്ദം കൂടുന്നു എന്നുള്ളത്. അപ്പോൾ അതാണ്. അപ്പോൾ ഈ പ്രതലത്തിൻ്റെ പരപ്പളവ് കൂട്ടിയോ കുറച്ചോ മർദ്ദത്തിൽ വ്യത്യാസം വരുത്തുന്ന ചില സന്ദർഭങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് കാരണം അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ വിശദമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. കത്തിയുടെ വായ്ത്തല കനം കുറച്ച് നിർമ്മിക്കുന്നു. കത്തിയുടെ വായ്ത്തല അല്ലേ, വായ്ത്തല എപ്പോഴും കനം കുറച്ചാണ് നിർമ്മിക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കറിയാം, പ്രതലത്തിൻ്റെ പരപ്പളവ് കുറയുമ്പോൾ എന്ത് ചെയ്യും? മർദ്ദം കൂടും. അതുകൊണ്ട് നന്നായിട്ട് മുറിക്കാൻ പറ്റും അല്ലേ. പ്രതലത്തിൻ്റെ പരപ്പളവ് കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ. കൂർത്ത കത്തിയുടെ മുനയാവുമ്പോൾ പരപ്പളവ് കുറയുകയാണ്. പരപ്പളവ് കുറയുമ്പോൾ എന്ത് ചെയ്യും? മർദ്ദം കൂടും. മർദ്ദം കൂടുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ്? നന്നായിട്ട് മുറിക്കാനായിട്ട് പറ്റുന്നു. അതാണ് കത്തിയുടെ വായ്ത്തല കനം കുറച്ച് നിർമ്മിക്കുന്നതിന് കാരണം. ഇനി കെട്ടിടങ്ങളുടെ അടിത്തറ വീതി കൂട്ടി നിർമ്മിക്കുന്നു. കെട്ടിടങ്ങളുടെ അടിത്തറ വീതി കൂട്ടി നിർമ്മിക്കുന്ന എന്തിനാണ്? കെട്ടിടത്തിൻ്റെ തറയുടെ പരപ്പളവ് കൂടുന്ന സമയത്ത് താഴോട്ടുള്ള മർദ്ദം കുറയുകയും താഴ്ന്നു പോകാതെ നിൽക്കുകയും ചെയ്യുന്നു. താഴോട്ടുള്ള മർദ്ദം കുറയും അല്ലേ. കെട്ടിടത്തിൻ്റെ തറയുടെ പരപ്പളവ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ താഴോട്ടുള്ള മർദ്ദം കുറയുന്നു. താഴോട്ട് പോകുന്ന മർദ്ദം കുറയുമ്പോൾ താഴോട്ട് പോകാതെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. അതാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതേ റീസൺ തന്നെയാണ് ഇവിടെ ബാക്കിയുള്ള ഓപ്ഷൻസ്. യുദ്ധ ടാങ്കുകളുടെയും അതുപോലെ മറ്റു വാഹനങ്ങളുടെയും ചക്രങ്ങൾ വീതി കൂടിയ ചങ്ങലകൾ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. തുന്നൽ സൂചിയുടെ അഗ്രം കൂർത്തതായി നിർമ്മിച്ചിരിക്കുന്നു. ഇതേ കാരണങ്ങളാണ് അവിടെയും വരുന്നത്. ഇനി അടുത്തത് ദ്രാവക മർദ്ദമാണ് പറയുന്നത്. ഓക്കെ, ലിക്വിഡ് പ്രഷറാണ് പറയുന്നത്. നോക്കുക, ദ്രാവക മർദ്ദത്തെക്കുറിച്ച് പറയുമ്പോൾ ദ്രാവക രൂപത്തിൻ്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് അത് പ്രയോഗിക്കുന്ന മർദ്ദവും കൂടുന്നു. ദ്രാവക രൂപത്തിൻ്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? അത് പ്രയോഗിക്കുന്ന മർദ്ദവും കൂടുന്നു. ഒരു ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപക മർദ്ദത്തെയാണ് ദ്രാവക മർദ്ദം എന്ന് പറയുന്നത്. ഒരു ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപക മർദ്ദത്തെയാണ് ദ്രാവക മർദ്ദം എന്ന് പറയുന്നത്. ഈ ദ്രാവകങ്ങൾക്ക് അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും ബലം പ്രയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം അല്ലേ, ദ്രാവകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും ബലം പ്രയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ നോക്കുക, ഇവിടെ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ബലൂൺ ഉണ്ട്, അധികം വീർത്തിട്ടില്ല. രണ്ടാമത്തെ ചിത്രം നോക്കുക, നല്ല പോലെ വീർത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് നോക്കാം. ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ ഒരു ബലൂണിൽ മണ്ണെണ്ണയും അടുത്തതിൽ ജലവുമാണ് നിറച്ചിരിക്കുന്നത്. ഓക്കെ, ആദ്യത്തേതിൽ മണ്ണെണ്ണയും രണ്ടാമത്തേതിൽ ജലവുമാണ് നിറച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വീർത്തിരിക്കുന്നത് ഏതാണ്? ജലം നിറച്ച ബലൂണാണ് അല്ലേ. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അതായത് ദ്രാവകത്തിൻ്റെ സാന്ദ്രത കൂടുന്ന സമയത്ത് എന്ത് കൂടുന്നു? ദ്രാവക മർദ്ദം കൂടുന്നുണ്ട്. ദ്രാവകത്തിൻ്റെ സാന്ദ്രത കൂടുമ്പോൾ ദ്രാവക മർദ്ദം കൂടുന്നുണ്ട്. ജലത്തിൻ്റെ സാന്ദ്രത കൂടുതലായതുകൊണ്ട് തന്നെ കൂടുതൽ മർദ്ദം എന്ത് ചെയ്യുന്നു?
ബലൂണിൽ പ്രയോഗിക്കുന്നു. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, ദ്രാവകത്തിൻ്റെ സാന്ദ്രത കൂടുന്ന സമയത്ത് ദ്രാവക മർദ്ദം കൂടും. ജലത്തിൻ്റെ സാന്ദ്രത കൂടുതലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ജലത്തിൻ്റെ സാന്ദ്രത കൂടുതലായതുകൊണ്ട് തന്നെ കൂടുതൽ മർദ്ദം ബലൂണിൽ പ്രയോഗിക്കുന്നത് കൊണ്ടാണ് ജലം നിറച്ച ബലൂൺ എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് വീർത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ദ്രാവകരൂപത്തിൻ്റെ ഉയരം h, ദ്രാവകത്തിൻ്റെ സാന്ദ്രത d, ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം g ആയിക്കഴിഞ്ഞാൽ ദ്രാവക മർദ്ദം P = h/dg ആയിരിക്കും. ഓക്കെ, h/dg. h എന്താണ്? ദ്രാവകരൂപത്തിൻ്റെ ഉയരമാണ്. d എന്ന് പറയുന്നത് ദ്രാവകത്തിൻ്റെ സാന്ദ്രതയാണ്. g എന്ന് പറയുന്നത് ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണമാണ്. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. ഇനി അടുത്തത് അന്തരീക്ഷ മർദ്ദം. അന്തരീക്ഷ മർദ്ദം അഥവാ അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നോക്കുക, ഭൂമിക്ക് ചുറ്റും വായുവിൻ്റെ ഒരു ആവരണമുണ്ട്. ഓക്കെ, ഭൂമിക്ക് ചുറ്റും വായുവിൻ്റെ ഒരു ആവരണമുണ്ട്. ഇതാണ് ഭൂമിയുടെ അന്തരീക്ഷം. അന്തരീക്ഷ വായുവിൻ്റെ സാന്ദ്രത ഭൂമിയുടെ പ്രതലത്തിനടുത്ത് കൂടുതലും മുകളിലേക്ക് പോകുന്തോറും കുറവുമായിരിക്കും. അന്തരീക്ഷ വായുവിൻ്റെ സാന്ദ്രത എങ്ങനെയാണ്? ഭൂമിയുടെ പ്രതലത്തിൻ്റെ അടുത്ത് വരുമ്പോൾ കൂടുതലും മുകളിലോട്ട് പോകുന്തോറും കുറവുമായിരിക്കും. അതിനാൽ മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യും? കുറയുകയാണ് ചെയ്യുക. മുകളിലോട്ട് പോകുന്തോറും അന്തരീക്ഷ മർദ്ദം കുറയും. ഭൂമിയുടെ ഉപരിതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായുരൂപത്തിൻ്റെ ഭാരമാണ് അന്തരീക്ഷ മർദ്ദം. ഭൂമിയുടെ ഉപരിതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായുരൂപത്തിൻ്റെ ഭാരമാണ് അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിത്യജീവിതത്തിൽ നമ്മൾ അന്തരീക്ഷ മർദ്ദം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സ്ട്രോ ഉപയോഗിച്ച് ജ്യൂസ് കുടിക്കുന്നു എന്ന് പറഞ്ഞൊന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സന്ദർഭങ്ങളും കൂടെ തന്നിട്ടുണ്ട്. അതിന് കാരണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന എല്ലാത്തിനെയും ഒരേ കാരണമാണ് പറയുക. അപ്പോൾ ഇതിലെപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്ന എന്താണ്? പർവ്വത ആരോഹകർക്ക് ഉയരങ്ങളിലേക്ക് പോകുന്തോറും മൂക്കിലൂടെ രക്തസ്രാവം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? അതായത് ഉയരത്തിലോട്ട് പോകുന്തോറും എന്ത് സംഭവിക്കും? നമ്മൾ പറഞ്ഞു, അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റിനേക്കാൾ കുറയും അല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? രക്തധമനികൾ പൊട്ടി രക്തം പുറത്തേക്ക് ഒഴുകുന്നു. ഉയരത്തിലോട്ട് പോകുന്തോറും അന്തരീക്ഷ മർദ്ദം കുറയുകയാണ് ചെയ്യുക. അന്തരീക്ഷ മർദ്ദം കുറയുന്നത് കൊണ്ട് രക്തധമനികൾ പൊട്ടി രക്തം പുറത്തേക്ക് ഒഴുകുന്നത് കൊണ്ടാണ് പർവ്വതാരോഹകർ മുകളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എത്രത്തോളം ഉയരങ്ങളിലോട്ട് പോകുന്നോ അത്രത്തോളം അന്തരീക്ഷ മർദ്ദം കുറയുകയാണ് ചെയ്യുക. അങ്ങനെ വരുന്ന സമയത്ത് രക്തധമനികൾ പൊട്ടി രക്തം പുറത്തേക്ക് ഒഴുകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി അന്തരീക്ഷ മർദ്ദം അളക്കാം. ഭൂമിയുടെ ഉപരിതലത്തിൽ സമുദ്രനിരപ്പിൽ യൂണിറ്റ് പരപ്പളവുള്ള വായുരൂപത്തിൻ്റെ ഭാരത്തെ ഒരു അന്തരീക്ഷ മർദ്ദമായിട്ട് കണക്കാക്കുന്നു. ഇത് 0.76 മീറ്റർ ഉയരവും യൂണിറ്റ് പരപ്പളവുമുള്ള രസരൂപത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇതാണ് പ്രമാണ അന്തരീക്ഷ മർദ്ദം അഥവാ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫറിക് പ്രഷർ. എന്താണ് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറയുന്നത്? ഭൂമിയുടെ ഉപരിതലത്തിൽ സമുദ്രനിരപ്പിൽ യൂണിറ്റ് പരപ്പളവുള്ള വായുരൂപത്തിൻ്റെ ഭാരമാണ് ഒരു അന്തരീക്ഷ മർദ്ദം. ഇത് 0.76 മീറ്റർ ഉയരവും യൂണിറ്റ് പരപ്പളവുമുള്ള രസരൂപത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇതിനെയാണ് പ്രമാണ അന്തരീക്ഷ മർദ്ദം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറയുന്നത്. അന്തരീക്ഷ മർദ്ദത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ബാറാണ്. ഓക്കെ, അന്തരീക്ഷ മർദ്ദത്തിൻ്റെ യൂണിറ്റ് ബാർ ആകുന്നു. അതുപോലെ തന്നെ അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? ബാരോമീറ്റർ. അന്തരീക്ഷ മർദ്ദത്തിൻ്റെ യൂണിറ്റ് ബാറാണ്. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? ബാരോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് നോക്കുക, വിലയിരുത്താം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതുകൂടെ നമുക്ക് നോക്കാം. അപ്പോൾ താഴെ പറയുന്ന സന്ദർഭങ്ങളെ സമ്പർക്കബലം എന്നും സമ്പർക്കരഹിത ബലം എന്നും തരംതിരിക്കുക. നമ്മൾ സമ്പർക്കബലം എന്താണെന്ന് പഠിച്ചു, സമ്പർക്കരഹിത ബലം എന്നും പറഞ്ഞു അല്ലേ? അതായത് വസ്തുക്കളുടെ പരസ്പര സ്പർശനം മൂലം ഉണ്ടാകുന്നതാണെങ്കിൽ സമ്പർക്കബലവും, സ്പർശനം മൂലം അല്ലെങ്കിൽ അത് സമ്പർക്കരഹിത ബലമാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് സമ്പർക്കബലം വരിക? സൈക്കിൾ ബ്രേക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വസ്തുക്കൾ തമ്മിൽ പരസ്പരം സ്പർശനം ഉണ്ട് അല്ലേ? അപ്പോൾ സൈക്കിൾ ബ്രേക്ക് ചെയ്യുന്നു, അത് എന്താണ്? സമ്പർക്ക ബലമാണ്, സമ്പർക്ക ബലം. ഇനി അടുത്തത് നോക്കുക, മാവിൽ നിന്ന് ഞെട്ടറ്റു വീഴുന്ന മാങ്ങ. നമ്മൾ പറഞ്ഞു തേങ്ങ വീഴുന്നത് സമ്പർക്കരഹിത ബലമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് മാങ്ങ വീഴുന്നത് സമ്പർക്കരഹിത ബലമാണ്. ഓക്കെ, സമ്പർക്കരഹിത ബലമാണ്. അടുത്തത് ഭൂമി സൂര്യനെ ചുറ്റുന്നു, അതെന്താണ്? സമ്പർക്കരഹിത ബലമാണ്, സ്പർശമില്ല അല്ലേ?
ഇനി തറയിലൂടെ ഉരുളുന്ന പന്തിൻ്റെ വേഗം കുറയുന്നു, അതെന്താണ്? അത് സമ്പർക്ക ബലമാണ്. സമ്പർക്ക ബലമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ സൈക്കിൾ ബ്രേക്ക് ചെയ്യുന്നതും തറയിലൂടെ ഉരുളുന്ന പന്തിൻ്റെ വേഗം കുറയുന്നതും എന്താണ്? സമ്പർക്ക ബലമാണ്. മാവിൽ നിന്ന് ഞെട്ടറ്റ് മാങ്ങ വീഴുന്നതും ഭൂമി സൂര്യനെ ചുറ്റുന്നതും സമ്പർക്കരഹിത ബലമാണ്. ഓക്കെ. ഇനി അടുത്തത് കാരണം പറയുക എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഒന്നാമത്തേത്, നമുക്ക് തറയിലൂടെ തെന്നി വീഴാതെ നടക്കാൻ കഴിയുന്നു. അതിന് കാരണം എന്താണ്? നമുക്കറിയാം, നമ്മുടെ തറയും പാദത്തിൻ്റെ അടിഭാഗവും തമ്മിലുള്ള ഘർഷണബലം മൂലമാണ്. തറയും നമ്മുടെ പാദത്തിൻ്റെ അടിഭാഗവും തമ്മിലുള്ള ഘർഷണബലം മൂലമാണ് നമുക്ക് തെന്നി വീഴാതെ നടക്കാനായിട്ട് പറ്റുന്നത്. അടുത്തത്, മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് എളുപ്പം പച്ചക്കറി മുറിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്താണ്? കൂർത്ത മുനയുള്ള കത്തി എന്ന് പറയുമ്പോൾ പ്രതലത്തിൻ്റെ പരപ്പളവ് കുറയുവാണ്. പ്രതലത്തിൻ്റെ പരപ്പളവ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? മർദ്ദം കൂടും. മർദ്ദം കൂടുതലായതുകൊണ്ട് തന്നെ മൂർച്ചയുള്ള കത്തിയുടെ അറ്റം പരപ്പളവ് പരമാവധി കുറവായതിനാൽ, മർദ്ദം കൂടുന്നതിനാൽ നമുക്ക് നന്നായിട്ട് മുറിക്കാൻ പറ്റും. അടുത്തത് നോക്കുക, ചരക്കു വാഹനങ്ങൾക്ക് ടയറുകളുടെ എണ്ണം കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ് ചരക്ക് വാഹനങ്ങൾക്ക് ടയറുകളുടെ എണ്ണം കൂടുതലാവുന്നത്? എന്തുകൊണ്ടാണ്? പ്രതലത്തിൻ്റെ പരപ്പളവ് കൂടുന്ന സമയത്ത് മർദ്ദം കുറയുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ചക്രം ഘടിപ്പിച്ചു കഴിഞ്ഞാൽ മണ്ണിൽ താഴ്ന്നു പോവില്ല. പ്രതലത്തിൻ്റെ പരപ്പളവ് കൂടുകയാണ്, അപ്പം മർദ്ദം കുറയും. അപ്പോൾ കൂടുതൽ ചക്രം ഘടിപ്പിച്ചാൽ എന്ത് സംഭവിക്കില്ല? മണ്ണിൽ താഴ്ന്നു പോകത്തില്ല. അടുത്തത്, ചലിക്കുന്ന യന്ത്രഭാഗങ്ങൾക്ക് തേയ്മാനം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ചലിക്കുന്ന യന്ത്രഭാഗങ്ങൾക്ക് തേയ്മാനം ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ്? ചലിക്കുന്ന യന്ത്രഭാഗങ്ങളുടെ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയ്ക്ക് ഘർഷണം ഉണ്ടാകുന്നത് കൊണ്ടാണ് തേയ്മാനം സംഭവിക്കുന്നത്. ഘർഷണം ഉണ്ടാകുന്നത് കൊണ്ടാണ് തേയ്മാനം സംഭവിക്കുന്നത്. അടുത്തത്, ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അന്തരീക്ഷമർദ്ദം. അന്തരീക്ഷമർദ്ദത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ബാറാണ്. നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ ബാറാണ് അന്തരീക്ഷമർദ്ദത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ അളക്കാനുള്ള ഇവിടെ തന്നിട്ടുണ്ട്. ഏതാണ്? ബാരോമീറ്റർ. ഇപ്പം നമ്മൾ പഠിച്ചതേ ഉള്ളൂ. ബാരോമീറ്റർ, അന്തരീക്ഷമർദ്ദം. അടുത്തത്, സ്നേഹകം. സ്നേഹകം എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഘർഷണം. ഘർഷണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്നേഹകം. ഘർഷണമാണ്. ഇനി സ്നേഹകമായിട്ട് ഉപയോഗിക്കുന്നതിന് എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഏതാണ്? വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഒരു സ്നേഹകമാണ്. ഓക്കെ. അടുത്തത്, തേങ്ങ താഴേക്ക് വീഴുന്നു. തേങ്ങ താഴേക്ക് വീഴുന്നത് എന്താണ്? ഗുരുത്വാകർഷണമാണ്. ഗുരുത്വാകർഷണമാണ്. അതെന്താണ്? ഒരു സമ്പർക്കരഹിതമാണ്. സമ്പർക്കരഹിത ബലമാണ് തേങ്ങ വീഴുന്നത്. അത് നമ്മൾ പഠിച്ചു. അടുത്തത്, കാന്തം. കാന്തം എന്ന് പറയുന്നത് എന്താണ്? ആകർഷണം. കാന്തം എന്ന് പറയുന്നത് ആകർഷിക്കുന്നതാണ്. അതിൻ്റെ എന്താണ്? ഇത് വരുന്നത് വികർഷണമാണ്. കാന്തം, ആകർഷണം, വികർഷണം. അപ്പോൾ ഇത്രയാണ് അത് ചേരുംപടി ചേർക്കാനായിട്ട് ഉള്ളത്. അതും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നാലാമത്തേത്, ഒരു കുപ്പിയിൽ നിറച്ചിരിക്കുന്ന ജലത്തിൻ്റെ അടിയിൽ നിന്ന് കുമിളകൾ പൊങ്ങി വരുന്നത് ചിത്രീകരിച്ചിരിക്കുന്ന ശരിയായ ചിത്രം ഏത്? നിങ്ങളുടെ ഉത്തരം ന്യായീകരിക്കുക. അപ്പോൾ ഇതിൽ 4 ചിത്രം തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായത് ഏത് എന്നുള്ളതാണ്. ഏതാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ചിത്രം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ്രാവകങ്ങളുടെ നമ്മൾ പറഞ്ഞു അടിത്തട്ടിൽ മർദ്ദം കൂടുതലായതുകൊണ്ട് തന്നെ കുമിളകൾ എന്താവണം? ചെറുതായിരിക്കണം. മുകളിലോട്ട് വരുംതോറും മർദ്ദം കുറഞ്ഞു വരികയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചെറുതിൽ നിന്നും വലുതിലോട്ട് എന്നുള്ള രീതിയിലാണ് എന്ത് വരേണ്ടത്? ബബിൾസ് വരേണ്ടത്. ദ്രാവകങ്ങളുടെ അടിത്തട്ടിൽ എന്തായിരിക്കും? മർദ്ദം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കുമിളകൾ ചെറുതായിരിക്കണം. അപ്പോൾ ഇവിടെ അടിഭാഗത്ത് ചെറിയ കുമിളകൾ വരുന്നത് ഏതിലാണ്? ഓപ്ഷൻ സിയിലാണ്. അപ്പോൾ സി ആണ് ശരിയായിട്ടുള്ള ചിത്രം. ഓക്കെ. അടുത്ത ചോദ്യം, മിനുസമായ മേശപ്പുറത്ത് ഏകദേശം 50 ഗ്രാം മാസുള്ള ഒരു ടോയ് കാർ വച്ച് അതിൽ നിന്ന് നൂലുകൾ കപ്പി വഴി 2 പാനുകളിൽ ഘടിപ്പിച്ചിരിക്കുന്നു. ഇവിടെ 2 പാനുകളിലും 100 ഗ്രാം ഭാരം വീതം ഇട്ടാൽ എന്ത് നിരീക്ഷിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് നിരീക്ഷിക്കുക? അതായത് 2 ഭാഗത്തും 100 ഗ്രാം ഭാരം വീതം ഇട്ട് കഴിഞ്ഞാൽ 2 ഭാഗത്തു നിന്നും ഒരേ ബലം പ്രയോഗിക്കപ്പെടുന്നതുകൊണ്ട് തന്നെ കാർ എന്ത് ചെയ്യും? നിശ്ചലമായി സ്ഥിതി ചെയ്യും. 2 ഭാഗത്തും ഒരേ വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ കാർ എന്ത് ചെയ്യും? നിശ്ചലമാകും. 2 ഭാഗത്തു നിന്നും ഒരേ ബലം പ്രയോഗിച്ചു കഴിഞ്ഞാൽ. ഇനി പാൻ എയിൽ 100 ഗ്രാം ഭാരവും പാൻ ബിയിൽ 200 ഗ്രാം ഭാരവും ഇട്ട് കഴിഞ്ഞാൽ എന്ത് നിരീക്ഷിക്കും? ഒന്നിൽ 100, ഒന്നിൽ 200. അപ്പോൾ എന്തിൽ വരും? 200 ഗ്രാം ഭാരമുള്ള പാനലായിരിക്കും കാറിൽ കൂടുതൽ ബലത്തോടെ വലിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യുക? ആ ദിശയിലേക്ക്, നമുക്കറിയാം നമ്മൾ എവിടേക്കാണോ ഫോഴ്സ് കൂടുതലായിട്ട് കൊടുക്കുന്നത് ഭാരം എവിടേക്കാണോ കൂടുതൽ ആ ഭാഗത്തേക്ക് കാറ് നീങ്ങും. അപ്പോൾ 200 ഗ്രാം ഭാരം കൊടുത്ത ഭാഗത്തേക്ക് കാറ് നീങ്ങും. ഇനി ഉത്തരങ്ങൾ സാധൂകരിക്കുക എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് ആദ്യഘട്ടത്തിൽ എങ്ങനെയാണ്? നമ്മൾ ഒരേ ഭാഗമാണ് എതിർവശങ്ങളിലേക്ക് ബലം പ്രയോഗിക്കുന്നത്.
അപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ഒരു വശത്തേക്ക് കൂടുതൽ ബലം പ്രയോഗിക്കുന്നു അല്ലേ. അപ്പോൾ ഒരേ ഭാരം കൊടുക്കുമ്പോൾ അതെന്ത് ചെയ്യും, നിശ്ചലമാകുന്നു. കൂടുതൽ ഭാരം ഒരു ഭാഗത്തേക്ക് കൊടുക്കുമ്പോൾ ആ ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു, കാറ് കൂടുതലായിട്ട് വരുന്നു. അപ്പോൾ അത് നമുക്ക് മനസ്സിലായ കാര്യമാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ.